ആദ്യം ഗുരുവിൽ നിന്ന് ലഭിച്ച അറിവ് നമ്മളിൽ അനുഭവമാകാനുള്ള അറിവിൻ്റെ അറിവായിരുന്നു, അതിൻ്റെ മൂലതത്വമായിരുന്നു. അതിനെ ഉപയോഗിച്ച് നമ്മൾ കർമ്മം ചെയ്തപ്പോഴാണ് ഉന്നതമായ അനുഭവം നമ്മളിൽ ഉണ്ടായത്. അപ്പോഴാണ് യഥാർത്ഥമായ അറിവിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ സ്വയം പ്രകാശമായ ആത്മാവ് ഉയരുമ്പോൾ ഉന്നതമായ ഭാഗ്യം എന്നും അനുഭവിക്കുവാനും ഈ ആദർശത്തിൽ കൂടി സ്ഥിരമായി ജീവിക്കുവാനും ഒരു ഉൾപ്രേരണ ഉണ്ടാകും. അത് സ്വയം പ്രേരണയാണ്. അതിന് സ്വയംഭായ ഭക്തി എന്ന് പറയും. ആ സ്വയംഭായ ഭക്തി ആത്മാവിനുണ്ടാകുന്നത് വരെ കൃത്യമായും ഇത് പാലിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞാൽ ചിലർ കിണർ കുഴിക്കുന്ന പോലെയാണ്. കുറേ കുഴിച്ചു, ഒരു ഉദ്ദേശം വെച്ച് കുഴിച്ചു, ഒരു 15 അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് ആരോ പറഞ്ഞു. 15 കുഴിച്ച് കിട്ടിയില്ല, 16 കുഴിച്ച് കിട്ടിയില്ല. അവർ 2 അടി കൂടെ നോക്കാമെന്ന് പറഞ്ഞു 18 വരെ കുഴിച്ചു, കിട്ടിയില്ല. പക്ഷെ അവർ 1/2 അടി കൂടെ കുഴിച്ചാൽ വെള്ളം ഉണ്ടായിരുന്നു. അത് ആ ചിന്ത അന്നേരം പോയില്ല, ആരും അതിന് ഉപദേശവും കൊടുത്തില്ല, സ്വയം തോന്നിയതുമില്ല. അപ്പോൾ എന്തുണ്ടായി? അതുവരെ ചെയ്ത കർമ്മമെല്ലാം നിഷ്ഫലമായിപ്പോയി. പറഞ്ഞു മനസ്സിലായി? അതുപോലെ ആവരുത്. നമുക്ക് സ്വയംഭായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയം പ്രകാശ